നമസ്കാരം. ഡൽഹിയിൽ വൻ രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ ഇതാ പൊരിഞ്ഞ അടി തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തു പോകണമെന്ന് ആം ആദ്മി പാർട്ടി മുന്നണിയിൽ നിന്നും പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പുറത്തു പോകില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതോടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ തള്ളി പുറത്തേക്കിട്ടു. പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ആം ആദ്മി പാർട്ടി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് നേതാവ് അജയ് മാക്കന്റെയും മറ്റ് ഡൽഹി നേതാക്കളുടെയും പരാമർശങ്ങളിൽ ആം ആദ്മി അസ്വസ്ഥരാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനെ പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നും പുറത്താക്കാൻ ആം ആദ്മി ഇന്ത്യ ബ്ലോക്കിലെ മറ്റു പാർട്ടികളുമായി ആലോചിക്കുമെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട്. അജയ് മാക്കന്റെ പ്രസ്താവനയിൽ പ്രതികരണം അറിയിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അതീഷിയും ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗും വാർത്താ സമ്മേളനം നടത്തും. 2013 അരവിന്ദ് കെജ്രിവാളിന്റെ 40 ദിവസത്തെ സർക്കാരിന് കോൺഗ്രസ് നൽകിയ പിന്തുണയാണ് ദേശീയ തലസ്ഥാനത്ത് പാർട്ടി ദുർബലമാകാനുള്ള പ്രധാന കാരണമെന്നാണ് അജയ് മാക്കൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആം ആദ്മി പാർട്ടിയുമായി കൂട്ടുകൂടുന്നതിലെ തെറ്റ് തിരുത്തേണ്ടതുണ്ടെന്നും അജയ് മാക്കൻ പറഞ്ഞിരുന്നു. ഇതാണ് ആം ആദ്മി പാർട്ടിയെ ചൊടിപ്പിച്ചത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആം ആദ്മി സർക്കാരിന്റെയും BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ധവളപത്രം പുറത്തിറക്കുന്നതിനിടെയാണ് മാക്കന്റെ പരാമർശം എത്തിയത്. എന്തായാലും ആം ആദ്മിയെ കൂടെ കൂട്ടിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് അറിഞ്ഞതോടുകൂടിയാണ്, അതായത് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകും. 2013 40 ദിവസം ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചാണ് ഡൽഹിയിൽ ദുരവസ്ഥയ്ക്ക് കാരണം. അതിനാൽ ഇവിടെ കോൺഗ്രസ് തളരുന്നതെന്നും എനിക്ക് തോന്നുന്നു. അങ്ങനെ അജയ് മാക്കന്റെ പ്രസ്താവന ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 2013 കോൺഗ്രസ് കെജ്രിവാളിനെ സഹായിച്ചിരുന്നുവെങ്കിൽ ഡൽഹി നിവാസികൾക്ക് ഈ വെല്ലുവിളികൾ നേരിടേണ്ടി വരില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെയാണ് തന്റെ പാർട്ടി അധികാരത്തിൽ വന്നതെന്നും ആം ആദ്മി പാർട്ടി സർക്കാരിനുള്ള പഞ്ചാബിലെ ജനലോക്പാൽ സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും മാക്കൻ തുറന്നടിച്ചു. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇവിടെ വിശേഷിപ്പിക്കാൻ ഒരു വാക്കുണ്ടെങ്കിൽ അത് ഫാർസിവാല എന്നായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോവിഡ് മഹാമാരിയിൽ സാധാരണക്കാർ ദുരിതം അനുഭവിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി പുതുക്കി പണിയുകയായിരുന്നുവെന്നും അത് സെൻട്രൽ വിസ്ത നിർമ്മിക്കുന്നതിനും പണം ചെലവഴിച്ചുവെന്നും ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മാക്കൻ ആരോപിച്ചു. ഡൽഹിയിലെ ആം ആദ്മി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തെ തുടർന്നാണ് വയോജനങ്ങൾക്കുള്ള പെൻഷൻ നിർത്തലാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ BJPക്ക് പ്രത്യശാസ്ത്ര പിന്തുണ നൽകുന്ന കെജ്രിവാളിനെ ദേശവിരുദ്ധൻ എന്ന് തന്നെയാണ് മാക്കൻ വിശേഷിപ്പിക്കുന്നത്. വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രം പിന്തുടരുന്ന കെജ്രിവാളിനെ എങ്ങനെ ആശ്രയിക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷീലാ ദീക്ഷിതിനെ അട്ടിമറിച്ചിട്ടാണ് കെജ്രിവാൾ അധികാരം പിടിക്കുന്നത്. 2013 BJPക്ക് 32 സീറ്റും ആം ആദ്മിക്ക് 28 സീറ്റുമാണ് ലഭിച്ചത്. 8 സീറ്റ് ലഭിച്ച കോൺഗ്രസ് എന്ന് ആപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെയാണ് കെജ്രിവാൾ സർക്കാർ അധികാരത്തിലെത്തിയത്. എന്നാൽ കോൺഗ്രസ് ആം ആദ്മി സർക്കാർ ബന്ധം 49 ദിവസം മാത്രമാണ് നീണ്ടുനിന്നത്. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി 70-ൽ 67 സീറ്റുകൾ നേടിയപ്പോൾ BJP 3 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത തിരിച്ചടി നേരിട്ടു. എന്തുവന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തോടുകൂടിയും അതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ ഡൽഹി പിടിക്കാനായിട്ട് ഒരു കളി തന്നെ ഇപ്പോൾ കളിക്കുന്നത്. എന്തായാലും രാഹുലും കെജ്രിവാളും തമ്മിൽ മുറ്റനടിയാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.